ഹായ് കണ്ണൊരു ഹായ് പറഞ്ഞേ. ക്യാമറ ഓണാ അവിടെ. ഒരു ഹായ് പറഞ്ഞേ. വാച്ച് കാണിച്ചു കൊടുത്തേ. വാച്ച് കാണിച്ചു കൊടുക്കുവോ? കണ്ണും മൂക്കൊക്കെ കയറ്റി വെച്ചിരിക്കട്ടെ. കണ്ണന്റെ കാലിവിടെ എന്തോ പിടിച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ അയ്യോ. ശരിക്കിരിക്കേ. ഒരു ഹായ് പറഞ്ഞു. ഇവിടെ നല്ല ഇടിവെട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ മഴ പെയ്യോ കണ്ണപ്പിയെ? മഴ പെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ കുറെ ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെ ഇരുന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട്. കുറെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ദിവസം തന്നെ ആയിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം ഞാൻ 2-3 മിനിറ്റിന്റെ ഒക്കെ വീഡിയോസാണ് ഇട്ട് പോയത്. അത് വേറെ ഒന്നും കണ്ടല്ലോ. എനിക്ക് അങ്ങനെ എന്താ പറയാ, നമ്മുടെ ആ ഒരു റൂട്ടീനൊന്നും ശരിയായി വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയിട്ട്. ഇപ്പോഴും ഇവിടെ വന്ന് പൊടിയൊക്കെ തട്ടിയതിന്റെ അലർജിയുടെ പ്രശ്നങ്ങളും തുമ്മലും ജലദോഷവും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കണ്ണൻകുട്ടിക്ക് വലിയ കുഴപ്പമില്ല. എന്നാൽ ഇന്ന് ഒരു മൂശാട്ട സ്വഭാവമൊക്കെ ആയിരുന്നു. അല്ലേ കണ്ണ? അല്ലേ കണ്ണ? ആണോ കണ്ണ? കുറേ ദിവസമായിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ വന്നിട്ടിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയൊക്കെയായിരുന്നു കേട്ടോ. അത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ദിവസം അവിടെ പോയി നിന്നൊന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ കരുതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടാണല്ലോ, പണികൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് 2 ദിവസം ഒന്ന് അവിടെ പോയി നിന്നു. പിന്നെ ഇത് തിരിച്ചു വന്നിട്ട് പിന്നെ ഇവിടെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. ഒരു 10-38 ദിവസം വീട്ടിലില്ലാണ്ടിരുന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പം അത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ പഴയ നമ്മളുടെ ജീവിത രീതിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനും കണ്ണനും തന്നെയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് എൻ്റെതായുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. കാരണം എനിക്ക് എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കണ്ണൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ല നമ്മളുടേതായുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ ആണെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് എനിക്കെല്ലാം സ്മൂത്തായിട്ട് വരുള്ളൂ. അപ്പം അതൊക്കെ ആയി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നെറ്റിപ്പട്ടൊക്കെ കുറേ ഓർഡറൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇനി കുറേ പേര് നെറ്റിപ്പട്ടൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നതൊഴിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്തു തരാനായിട്ട് ഞാൻ വില്ലിങ് ആണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ലൈവൊക്കെ വരുമ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഒന്ന് ഇവിടേക്ക് വരാണെങ്കിൽ, ഇവിടെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഒന്ന് പറയണേന്ന്. കാരണം അവിടെ ഉള്ളവർക്കൊക്കെ നമ്മളെ കാണാമെന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇത്രയും ദൂരം ഉണ്ടല്ലേ. അതുപോലെ ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സെൻട്രലിൽ എടുക്കുന്നവരാ. ഇത് ഇങ്ങേറ്റമൊക്കെയാണ്. അപ്പോൾ കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രിവാൻഡ്രം ചെന്നപ്പോൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളൊന്ന് പറശ്ശിനിക്കടവ് പോകണമെന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് പോവാറുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലേ കണ്ണൻ്റെ ജാതകത്തിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ അവിടെ ചെന്നപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണൻ്റെ ജാതകത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കണ്ണനെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴടുത്തൊന്നും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ചേട്ടൻ വരുന്ന സമയത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു, ബ്രദർ ലീവിന് വരുന്ന സമയത്തേ. അപ്പോൾ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോൾ പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് പോവാന്ന് വിചാരിച്ചു. കാരണം കണ്ണനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, മുത്തപ്പനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തപ്പനെ കാണുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, എനിക്കിപ്പോൾ ചെറിയ ഈ തുമ്മല്, ജലദോഷവും ബോഡി പെയിൻ അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു 2 ദിവസം മുൻപ്. ഈ പൊടി തട്ടിയതിൻ്റെയൊക്കെയാണ് കേട്ടോ. നിറച്ച് പൊടി കിടക്കായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് മാറി ഒന്ന് ഞാൻ ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പോവാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വീഡിയോസിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. കാരണം ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ട്, ആ ഒരു ഏരിയയിലേക്ക് വരാണെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വീഡിയോയിലാണെങ്കിലും വന്ന് പറയാം. ചെറിയൊരു വീഡിയോ ആണെങ്കിൽ അതിൽ ഞാൻ വന്ന് പറയാം കേട്ടോ. അല്ലേ കണ്ണാ? അപ്പം നമുക്ക് അവിടെ വരുമ്പോൾ എല്ലാവരും കാണാം. കണ്ണനെ കൊണ്ടുപോകണില്ല. കാരണം വാച്ചൊക്കെ കെട്ടിയിരിക്കുക. എൻ്റെ അമ്മ കണ്ണൻ്റെ വാച്ച് ഉണ്ടാ. കണ്ണൻ്റെ വാച്ച് ലൈറ്റൊക്കെ കത്തുവേ. സമയം പറഞ്ഞു തന്നെ കണ്ണാ. ഇപ്പം 3 മണി കഴിഞ്ഞു. 4 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഉള്ളി വരും. കണ്ട സമയം നോക്കി പറഞ്ഞെന്താട്ടോ എനിക്ക്. 3 മണി കഴിഞ്ഞു. വാച്ച് കെട്ടി കടിക്കാൻ നോക്കണ ചെക്കനുണ്ടിട്ട് തയ്യുന്നത്. വാച്ച് കെട്ടി കടിക്കാൻ നോക്കണതാ. അപ്പൊ ഇന്ന് കുറച്ചു നേരം ഞങ്ങൾ നെറ്റിപ്പട്ടത്തിന്റെ പണിക്കൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ വന്നിരുന്നു. അല്ലേ കണ്ണ?
കണ്ണന് തീരെ ഉഷാറില്ല കേട്ടോ. കണ്ണൻ ഉറക്കം വരുന്ന പോലെ. അപ്പം എനിക്ക് വയ്യല്ലോ. എൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കണ്ണൻ്റെ അവസ്ഥ. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ നല്ല അങ്ങനെ നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആളും അതുപോലെ നല്ല. പക്ഷെ ഇന്നലെയൊക്കെ അങ്ങനെയായിരുന്നു, നല്ല ഉഷാറൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു. ഞാനും അവനും ഉഷാറായിരുന്നു. പിന്നെ ഞാനിത്തിരി ഡൗണായി. അപ്പം അതിലും ഡൗണായി കണ്ണൻ. ഞാനിങ്ങനെ ഉറക്കം വന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണൻ അതിൽ തളർന്നിങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തോ ബോണ്ട് ഉണ്ട് കേട്ടോ. അത് രാവിലെ അതെ ഞാൻ ഉറങ്ങി എന്നുള്ളത് രാത്രി തോന്നുന്ന ആൾക്ക്. ഞാൻ ഫോൺ പിടിച്ചൊക്കെ കിടക്കായിരിക്കും ചിലപ്പോൾ. എന്നാലും ഞാനിങ്ങനെ ഉറങ്ങി വരുന്നു എന്ന് ചിലപ്പോൾ ഞാൻ കണ്ണടച്ചൊക്കെ കിടക്കാമെന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഉറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ എപ്പോൾ എണീക്കണോ, ഞാൻ എണീറ്റത് ഈ ബെഡിൽ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും അവിടെ ആളെ എണീറ്റിട്ടുണ്ടാവും. അല്ല ഞാനിവിടെ ഒരു 9 മണി വരെ ഞാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 9 മണി വരെ അവിടെ കിടന്നോളും. ഞാനൊരു 5 മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മണിയാകുമ്പോൾ ചിലപ്പോൾ അവിടെ കണ്ണ് തുറന്നിട്ടുണ്ടാവും. അങ്ങനെയുണ്ട്. ചില ദിവസങ്ങളിൽ എണീക്കില്ല, ഉറങ്ങിക്കോളും. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങൾ എനിക്കിഷ്ടമാണ്. കാരണം അവൻ ഉറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കുഞ്ഞുമക്കൾ എപ്പോഴും ഒരുപാട് ഉറങ്ങുന്നത് അത്രയും നല്ലതാണല്ലോ, അല്ലേ? അല്ലേ കണ്ണന് കുറച്ച് ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കണ്ണനൊരു വലിയ ടെഡി ബിയർ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണന് കുറച്ച് ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നിങ്ങൾക്ക്. കുറേ നാളുകളായിട്ടുണ്ട്. കാരണം നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എന്നും ഗിഫ്റ്റുകൾ വരുമായിരുന്നു, ടോയ്സും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനതൊക്കെ വീഡിയോസിൽ കാണിക്കാറുണ്ട്. പക്ഷെ ഇപ്പം അധികം ഒന്നും അങ്ങനെ ഗിഫ്റ്റുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇപ്പം ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ഗിഫ്റ്റൊക്കെ കാണാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തും അങ്ങനെയാണല്ലോ, ഒരുപാട് കിട്ടുമ്പോൾ നമുക്ക് അതിന് വിലയില്ലാത്തതുപോലെയല്ലേ. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ടുണ്ട് ഇങ്ങനെ ഗിഫ്റ്റുകളൊന്നും തീരെ വരാറില്ല. അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ ഗിഫ്റ്റുകൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ കണ്ണന് അവിടെ നിന്ന് വന്നതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. 2 ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറയും. കാരണം ഉറങ്ങാൻ പോവാം. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ ചെയ്യൂ.